നമസ്കാരം. എൻ്റെ പേര് റാഹിന എന്നാണ്. ഇത് പെരുമ്പുര വഞ്ചിമുക്ക് കല്ലിങ്കൽ ഭാഗമാണ്. ഇപ്പം 13-ാം വാർഡാണ്. ഓൾറെഡി 11-ാം വാർഡായിരുന്നു. പിന്നെ ഞാൻ ലൈഫിന്റെ വീടിന് കൊടുത്തിട്ട് 5 വർഷമായി. എനിക്ക് 2 പെൺപിള്ളേരാണ്. ഭർത്താവ് മരണപ്പെട്ടു. 6 കൊല്ലം കഴിഞ്ഞു. 6 കൊല്ലം ആഗസ്റ്റ് ആകുമ്പോൾ 6-7 കൊല്ലം ആവും. പിന്നെ വീട് ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഇന്നുവരെയും നീതി കിട്ടിയിട്ടില്ല. ഓൾറെഡി ലിസ്റ്റിനകത്ത് പേരുണ്ട്. പിന്നെ പേര് വന്ന് ഞാൻ പ്ലാനെല്ലാം വരച്ച് കൊണ്ടുപോയി കൊടുത്തപ്പോൾ വില്ലേജ് ഓഫീസർ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ തരാൻ. അവർക്ക് വലിയ പാട് തരാനായിട്ട്. പിന്നെ എല്ലാം കൊടുത്ത് ഞാൻ MLA-യും എല്ലാം പോയി കണ്ടിട്ട് വില്ലേജ് ഓഫീസർ തടസ്സം പറയുന്നത് പെങ്ങന്മാർക്ക് കൂടെ അവകാശം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ വിലാധാരം വാങ്ങിച്ചു തന്നു. എൻ്റെ സ്വർണം വിറ്റ് 3.5 സെന്റ് വസ്തുവുള്ളൂ. എൻ്റെ സ്വർണം വിറ്റ് ഞാൻ വാങ്ങിച്ച വസ്തു ഇത്. എൻ്റെ ഹസ്ബൻഡിന്റെ പേരിലാണ് ഈ വസ്തു വെച്ചേക്കുന്നത്. പക്ഷേ അറച്ചുടപ്പില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ മോള് വയസ്സ് അറിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒന്നാമത്തെ അടുക്കളയൊന്നും ഇല്ല. ബാത്റൂം ആണെങ്കിൽ മൊത്തം പോയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് ചെയ്യുന്നത്. എനിക്ക് വില്ലേജ് ഓഫീസർ ഒരു ഒപ്പിന്റെ കാര്യം മാത്രമുള്ള ആ പേപ്പറിന് വേണ്ടിയിട്ട് അവര് ഇതിന് നിൽക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്ത് ഞാനും എൻ്റെ മക്കളും തെരുവിൽ ഇറങ്ങാനുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എനിക്ക് വേറെ നിവൃത്തിയില്ല. എനിക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഈ ലൈഫിന്റെ വീട് ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. എന്തെങ്കിലും വിധി ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ വീട് വെച്ച് എൻ്റെ മക്കളായിട്ട് സേഫ് ആയിട്ട് ഞാൻ കിടന്നേനെ. അടുക്കളയില്ല. ഒന്നാത്തരം ബാത്റൂം മൊത്തം പൊട്ടിപ്പോകണം ഞാൻ ഇരിക്കുന്നത്. എനിക്ക് വേറെ നിവൃത്തി. ഞാനാണെങ്കിൽ കൂലിപ്പണി ചെയ്ത് ഞാൻ അന്നന്ന് ജീവിക്കുന്നത്. എനിക്ക് വേറെ നിവൃത്തിയില്ല. എനിക്ക് വില്ലേജ് ഓഫീസർ എനിക്ക് വില്ലേജ് ഓഫീസർ തന്നേ പറ്റത്തോളൂ. എന്ന് വെച്ചാൽ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഒന്നുമില്ല. ഞാൻ എൻ്റെ മക്കളുമായിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള വക്കി ഞാൻ നിൽക്കുവാണ്. പക്ഷെ എനിക്ക് നീതി വേണം. വില്ലേജ് ഓഫീസർ തഹസീൽദാർ പേപ്പർ തരാന്ന് പറഞ്ഞത്. പക്ഷെ ഈ വില്ലേജ് ഓഫീസർ MLA-യുടെ ഓഫീസ് നേരെ വിളിച്ച് പറഞ്ഞിട്ട് ഈ വില്ലേജ് ഓഫീസർ തരത്തി പേപ്പർ വന്ന് കഴിഞ്ഞ കൊല്ലം മഴ വീണ് സീറ്റ് മൊത്തം പൊളിഞ്ഞിരിക്കുവാണ്. അകത്ത് വെള്ളം വീഴുന്നുണ്ട്. ബാത്റൂം പോവാൻ നിവൃത്തിയില്ല. എൻ്റെ 2 മക്കൾ എന്ത് ചെയ്യും? എൻ്റെ മൂത്ത മോളും പ്രായപൂർത്തിയായത് 3 വർഷം മുമ്പ്. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ മോളും പ്രായപൂർത്തിയായി. എനിക്ക് നിവൃത്തിയില്ല. എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. എനിക്ക് നീതി വേണം. തന്നേ പറ്റത്തുള്ളൂ. വില്ലേജ് ഓഫീസ് തരണം. ഇല്ലെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ വന്ന് ഇരിക്കും. ഞാൻ എൻ്റെ മക്കളോട് അവിടെ കിടക്കും. എനിക്ക് വില്ലേജ് ഓഫീസ് പറഞ്ഞത് തരാൻ ചെയ്യേണ്ടത്. തഹസീൽദാർ പേപ്പർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വില്ലേജ് ഓഫീസ് MLA-യുടെ ഓഫീസിൽ നിന്ന് തഹസീൽദാർ നേരിട്ട് MLA വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത് വില്ലേജ് ഓഫീസറാണ് നിൽക്കുന്നത്. വില്ലേജ് ഓഫീസറിന് ആരെങ്കിലും എന്തെങ്കിലും കൈക്കൂലി തന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കാണിച്ചോളൂ. പക്ഷെ എൻ്റെ അടുത്ത് കാണിക്കരുത്. ഞാൻ നിവൃത്തിയില്ലാത്തവളാണ്. എൻ്റെ അടുത്ത് വേണ്ട ഈ നിവൃത്തിക്കേട്. അതുകൊണ്ട് ദൈവത്തിന് ഓർത്ത് എനിക്ക് ആ പേപ്പർ തന്നേ പറ്റത്തുള്ളൂ. എന്തൊക്കെയാണ് അവസ്ഥ? ഇപ്പൊ എന്തൊക്കെയാണ് അവസ്ഥ? ആരാണ് ഇപ്പൊ ഇതിൽ മുടക്കം നിൽക്കുന്നത്? ഇത്രയും സാധനം വില്ലേജ് ഓഫീസർ സൈൻ ചെയ്താൽ നടക്കും ഇല്ലേ? നിയമപരമായിട്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? 2 പേരും ചാൻസ് ഇല്ലയോ? ഇല്ല. പിന്നെ ഞങ്ങൾ അമ്മായിമ്മ